നിങ്ങൾക്ക് സമാധാനമായല്ലോ അൻസാരി സുരി ഉസ്താദെ. ഓക്കെ, ഒരു തട്ടമിട്ട യുവതി അൻസാരി സുഹരി ഉസ്താദിനെ കുറിച്ചിട്ട് വളരെ വളരെ മോശമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് തക്കതായിട്ടുള്ള ഉത്തരം അൻസാരി ഉസ്താദ് കൊടുക്കുന്നുണ്ട്. എന്താണ് പ്രശ്നം ക്ലിയറായി കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ കാണുന്ന നല്ലവരായ ഹൈന്ദവരും നല്ലവരായ ക്രിസ്ത്യാനികളും നല്ലവരായ മുസ്ലിമീങ്ങളുടെ ഒരു കാര്യം പറയുകയാണ്. ഈ ഇന്ത്യ രാജ്യത്ത് നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. അതായത് ഇവിടെ വർഗീയതയില്ല, നമ്മളെല്ലാവരും ഒന്നായിട്ട് ജീവിക്കണം. അങ്ങനെയാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. പൊന്നുപ്രേക്ഷകരെ, ഇവിടെ തട്ടമിട്ട ചില യുവതികൾ വന്നിട്ട് ഉസ്താദന്മാരെ തെറി വിളിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുകയാണ്, റീച്ച് നേടുകയാണ്. ഓക്കെ, അത് ആ ഒരു സത്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. എൻ്റെ പൊന്നു പ്രേക്ഷകരോട് നിങ്ങളുടെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാം. ഇത്തരത്തിലുള്ളവന്മാർ നമ്മൾ തിരിച്ചറിയണം. ഒരു പെൺകുട്ടി ഒരു കാരണവുമില്ലാതെയാണ് അൻസാരി ഉസ്താദിനെ തെറിവിളിച്ച് രംഗത്ത് വന്നത്. അവൾ പറയുന്നത് മൊത്തത്തിൽ ഞാൻ വെച്ചുതരാം. അവൾ അങ്ങനെ പറയാനുള്ള കാരണം എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നീട് അൻസാരി ഉസ്താദ് അതിന് കൊടുക്കുന്ന മറുപടിയും കൂടി ഞാൻ പറഞ്ഞുതരാം. പൊന്നു പ്രേക്ഷകരോട് ഒരു കുഞ്ഞു കാര്യം കൂടി പറയാം. അൻസാരി ഉസ്താദ് പറയുന്നത് ശരിയെന്ന് തോന്നുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് എന്തായാലും ആ യുവതി പറയുന്നത് ആദ്യം കേൾക്കാം. ഓക്കെ, നിങ്ങൾക്ക് സമാധാനമായല്ലോ അൻസാരി സുരി ഉസ്താദെ. അതായത് ഒരു പെൺകുട്ടീനെ നിങ്ങളുടെ മതത്തിന്റെ പേരില് ഒരു കുട്ടിനെ എന്താ പറയാ ലക്ഷ്യം ചെയ്യാനായിട്ട് ഇട്ടുകൊടുത്തതാ. അവളെ പച്ചയ്ക്ക് അവളെ വലിച്ചു കീറാനായിട്ട് നിങ്ങളുടെ അനുയായികൾക്ക് ഇട്ടുകൊടുത്തിട്ട് അവളുടെ ഗതികടിപ്പ് ഒന്ന് നോക്കിക്കേ. എന്തോരം ആ പെൺകുട്ടി ആ വീഡിയോ നിങ്ങളുടെ ഈ ജിഹാദികൾ എന്ന് പറയുന്ന ജിഹാദികൾ ആരാണെന്ന് കൊല്ലം തുളസി സാറ് ഇട്ട ആ വീഡിയോയിൽ എനിക്ക് അപ്പോഴേ തോന്നി ഈ കുട്ടീനെ അത്ര അധിക്ഷേപിക്കുമെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ മതത്തിലെ പെൺകുട്ടികൾ മതം വെറുക്കാൻ കാരണമാണ് നിങ്ങളെ പോലുള്ള ആളുകളാണ്. നിങ്ങളെ പോലുള്ള ആളുകൾ ഈ പെൺകുട്ടിയുടെ ഈമാൻ അളക്കാൻ വരുന്നത്, അവളെ ലക്ഷ്യം ചെയ്യുന്നത്, അവളുടെ വസ്ത്ര സ്വാതന്ത്ര്യം, അവളുടെ വസ്ത്രം വെച്ച് അവളെ അളക്കുന്നത്, അവളൊന്ന് ആടിയാലോ പാടിയാലോ അവളെ അങ്ങേയറ്റം അവളുടെ ഉപ്പുപ്പാനെ വരെ വിമർശിക്കുന്നതിന്. മനസ്സിലായോ? ഓക്കെ, ഇവളിങ്ങനെ കുരക്കാനുള്ള കാരണം എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. പൊന്നുപ്രേക്ഷകരെ, ഇവളിങ്ങനെ റേസ് ആവുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ, അതായത് ഇവൾ പറയുന്ന രീതി നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണം അൻസാരി ഉസ്താദ് എന്തോ വലിയൊരു തെറ്റ് ചെയ്തു എന്ന്. അൻസാരി ഉസ്താദ്, അതായത് ഇവൾ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്, അൻസാരി ഉസ്താദിന്റെ ഏത് വീഡിയോ ആണ് ഇവൾക്ക് കൊണ്ടത് എന്ന് ആ ഒരു ഭാഗം ഞാൻ വെച്ചു തരാം. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു കാര്യം വീണ്ടും പറയുന്നത്, ഇതിന്റെ ഉദ്ദേശം അൻസാരി ഉസ്താദിനെ തെറിവിളിക്കുക എന്നതല്ല, റീച്ച് നേടുക, 4 ഫോളോവേഴ്സ് നേടുക. അതിലേക്കൊക്കെ ഞാൻ കടക്കാം. ഇവൾ അതായത് ഉസ്താദന്മാരെ കുറെ ഉസ്താദന്മാരെ ഇവൾ തെറി വിളിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അതിലേക്കൊക്കെ കടക്കാം. നമുക്ക് എന്തായാലും ഇവൾ പറയുന്ന ബാക്കിയും കൂടി കേൾക്കാം. ഇത് ശരിയല്ല. നിങ്ങൾക്കൊക്കെ എന്ത് നാണമുണ്ടോ? നിങ്ങൾക്ക് ഒരു പെൺകുട്ടീന്റെ വസ്ത്രം ഈ 2026 ഒരു പെൺകുട്ടീന്റെ വസ്ത്രം വെച്ച് അവളെ അളക്കാനും അവളെ ലക്ഷ്യം ചെയ്യാനും നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? നിങ്ങൾക്ക് ഒരു അധികാരവും ഇല്ല. നിങ്ങളുടെ ഈ ഔലിയാക്കന്മാര് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ ഉപ്പുപ്പാനെ കണ്ടാൽ, ആ ഔലിയ ഉപ്പുപ്പാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുളിച്ചതായിട്ട് തോന്നില്ല, പല്ല് തേച്ചതായിട്ട് തോന്നില്ല, നിസ്കരിച്ചതായിട്ട് തോന്നില്ല. ഇവിടെ ഔലിയ ഇവിടെ കിടന്നുറങ്ങുമ്പോ അവിടെ പിന്നെ എന്താ പറയുക, മക്കയിൽ ചെന്നിട്ട് ഹറമിൽ ചെന്നിട്ട് തോഫ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ആളുകള്. ഇത്രയൊക്കെ പിന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാമെങ്കിൽ നിങ്ങൾക്ക് ആ വിശ്വാസത്തിലെങ്കിലും നിങ്ങൾ ജീവിച്ചു പോകുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള പിന്നെ കഥകൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൗമിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? പെണ്ണുങ്ങളെ ഇങ്ങനെ ഈ ലക്ഷ്യം ചെയ്യാൻ പാടില്ല എന്ന്, അനാവശ്യം പറയാൻ പാടില്ല എന്ന് നിങ്ങളുടെ വിശ്വാസത്തിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അവരെ വിമർശിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ ഒരു യുവതി പറയുന്നുണ്ട് ഉസ്താദ് ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞു എന്ന്. പറഞ്ഞിട്ടില്ല, പച്ചക്കളവാണ് ഇവൾ പറയുന്നത്. അതിലേക്കൊക്കെ ഞാൻ കിടക്കാം. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം തൽക്കാലം. ഇത് അതായത് ഇവൾ പറയുന്നത് മൊത്തത്തിൽ നമ്മൾ കേൾക്കണം, ഇല്ലെങ്കിൽ ഇവൾ പറയുന്നത് ഞാൻ പകുതി വെക്കൂന്ന്. അതുകൊണ്ടാണ്. ഓക്കെ, അല്ലാണ്ട് ഒരു പെണ്ണൊരു കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കും അവൾ അങ്ങേയറ്റം അധിക്ഷേപിക്കാനും അധിക്ഷേപിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നതല്ല നിങ്ങളുടെ എന്താ പറയുന്നത്, നിങ്ങളുടെ അന്തസ്. മനസ്സിലായില്ലേ? അപ്പോഴേ എനിക്ക് തോന്നി ആ പെൺകുട്ടീനെ അത്രയും കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഒരു നബിദിനത്തിന് ഞാൻ നബിദിനം നടത്തണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നബിദിനത്തിന്റെ പിന്നെ എന്താ പറയാ, അതിന്റെ ആഘോഷങ്ങൾ ലളിതമാക്കുക. ഈ കുറെ തോന്നിയാസ നബിദിന റാലിയിൽ നടക്കുന്നുണ്ട്. ആ തോന്നിയാസങ്ങൾ ഒഴിവാക്കാനാ പറഞ്ഞത്, അല്ലാണ്ട് നടത്തണ്ടെന്നോ ആഘോഷിക്കണ്ടെന്നോ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ എടുത്ത് റിയാക്ട് ചെയ്തിട്ട് കുറെ അല്ലവലാദികളായിട്ടുള്ള ആളുകൾ, എനിക്ക് അങ്ങനെ തന്നെ ഞാൻ പറയും, അല്ലവലാദികളായിട്ടുള്ള പെണ്ണുങ്ങളെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. പെണ്ണുങ്ങളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് അവളെ ലിപ്സ്റ്റിക് ഇട്ടോന്നും അവൾ എന്തിട്ടെന്നും പറഞ്ഞിട്ട് അവളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനും അവളുടെ ഈമാനെ ചോദ്യം ചെയ്യാനും അല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ കൗമിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എങ്ങനെ ഒരു പെണ്ണിന്റെ അടുത്ത് മാന്യമായിട്ട് സംസാരിക്കണമെന്നുള്ളത്. അതാണ് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? ഓക്കെ, ഇവൾ കുരക്കുന്ന കുര കേട്ടാൽ നമ്മൾ വിചാരിക്കണം അൻസാരി ഉസ്താദ് എന്തോ വലിയൊരു തെറ്റ് ചെയ്തു എന്ന്.
ഇവൾ ഇത് നിർത്തത്തില്ല. ഇവൾ അൻസാരി ഉസ്താദിനെ മാത്രമല്ല തെറിവിളിക്കുന്നത്, ഇവൾക്ക് അതായത് റീച്ച് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം, അതായത് ഒരു സ്ക്രീൻഷോട്ടൊക്കെ വെച്ച് തരാം. ഇവളുടെ ലക്ഷ്യം ശശികലയെ പോലെ അതായത് ജനൻ ടി വിയിൽ പോയി ഇരിക്കണം, അതാണ് ഇവരുടെ ലക്ഷ്യം. പൊന്നു ഹൈന്ദവരെ, ഈ വീഡിയോ കാണുന്ന നല്ലവരായ ഹൈന്ദവരും നല്ലവരായ ക്രിസ്ത്യാനികളോട് ഒരു കാര്യം പറയാം. ഇവറ്റകളുടെ ലക്ഷ്യം അതായത് തട്ടം ഇട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വ്യൂവർഷിപ്പ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന വേറെ മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങരുത്, അത് വെറും തെറ്റാണ്. ഒരു കാര്യം പറയാം, തട്ടം ഇട്ടിട്ട് ഉസ്താദിനെ തെറി വിളിച്ചു കഴിഞ്ഞാൽ ഉടുക്കത്തെ റീച്ചാണ്, കുറേ പേര് പോയി കാണും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആരിഫ് ഹുസൈൻ, ഒരു കാര്യം പറയാം, ആരിഫ് ഹുസൈൻ, ഫാസൽ കരാട്ട്, ഇവരുടെ പേര് മുസ്ലിം ആയതുകൊണ്ട് ഉസ്താദന്മാരെ തെറി വിളിക്കുന്നത് കൊണ്ട് ഇപ്പോൾ നിങ്ങൾ ആരിഫ് ഹുസൈൻ, ഞാൻ മതം കൊണ്ടുവരുന്നതല്ല, നല്ലവരായ ഹൈന്ദവരെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അതായത് ആരിഫ് ഹുസൈൻ ഏതെങ്കിലും ഒരു ആരെങ്കിലും ഒരു ഹൈന്ദവരെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ തെറി വിളിച്ച ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. നേരെ മറിച്ചിട്ട് ആരിഫ് ഹുസൈൻ്റെ വീഡിയോ കോണ്ടന്റ് എന്താണ്? ഉസ്താദന്മാരെ തെറി വിളിക്കുക. അതുമാത്രമല്ലേ അതിൻ്റെ ലക്ഷ്യം, പേര് മുസ്ലിം. ഇത് ഞാൻ വർഗീയതല്ല കൊണ്ടുവരുന്നത്, വിഷയം നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവാൻ വേണ്ടിയാണ് പറയുന്നത്. അവരുടെ പേര് മുസ്ലിമായിട്ട് മുസ്ലിമീങ്ങളെ തെറി വിളിച്ചു കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഇവളുടെ വീഡിയോയിൽ ഇവൾ തട്ടമിടത്തേയില്ല. ഉസ്താദന്മാരെ തെറി വിളിക്കുമ്പോൾ മാത്രമാണ് ഈ വൃത്തികെട്ടവൾ തട്ടമിടുന്നത്. വല്ലാത്ത കഷ്ടം തന്നെയാണ്. ഇങ്ങനെ റീച്ച് നേടുന്നത് നല്ലത്. മറ്റേ ബാത്റൂമിൽ ഞാൻ പറയുന്നില്ല, യൂട്യൂബ് ആയതുകൊണ്ട്. ഓക്കെ, അൻസാരി ഉസ്താദിന്റെ മറുപടി ഒക്കെ വരുന്നുണ്ട്. ഇവൾ പറയുന്ന ഏറ്റവും അവസാനത്തെ ഭാഗം കൂടി കേൾക്കാം. നാണമില്ലാത്ത വർഗ്ഗങ്ങൾ, അറപ്പ് തോന്നുന്നു. ചുമ്മാതല്ല ഈ ജസ്ലാം മടശ്ശേരിയെ പോലുള്ള ആളുകൾ ഉണ്ടായത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഈ പിന്നെ എന്താ പറയുക, നിരീശ്വരവാദികളോ അല്ലെങ്കിൽ RSSകാരോ അല്ലെങ്കിൽ BJPക്കാരോ ക്രിസ്സംഗികളോ മറ്റുള്ള ആളുകളോ ഒന്നും വേണ്ട ഇസ്ലാമിനെ വിമർശിക്കാനായിട്ട്. നിങ്ങളെ പോലുള്ള ഒസ്താക്കന്മാരുടെ എന്താ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ, സ്ത്രീകളെ അധിക്ഷേപിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകൾ, ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ വിളിച്ചു പറയുന്ന ലൈംഗികത, സ്ത്രീ എന്ന് പറയുന്നത് ഇത് മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളൂ. മറ്റുള്ള സാമൂഹ്യ വിഷയങ്ങൾ നിങ്ങൾ സംസാരിക്കാത്തതുകൊണ്ട് ട്രോള് കിട്ടുവാണോ? നിങ്ങളാണ് അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി തോണ്ടുന്നു. നിങ്ങളാണ് ഇസ്ലാമിനെ വിൽക്കുന്നത്, നിങ്ങളാണ് ഇസ്ലാമിനെ വെറുപ്പിക്കുന്നത്, അല്ലാണ്ട് പുറത്തുനിന്ന് വന്ന ഒരു മനുഷ്യരും അല്ല. ഓക്കെ, ഇവൾ എന്തിനാണ് കുരച്ചത്? അതായത് ഇത്രയും പ്രസംഗിച്ചത് എന്തിന്? ഉസ്താദിന്റെ ഏത് വീഡിയോ കണ്ടിട്ടാണ്? ആ ഒരു വീഡിയോ ഞാൻ വെച്ചു തരാം. അതിനുശേഷം ഇവൾക്ക് ചുട്ട മറുപടി ഉസ്താദ് കൊടുക്കുന്നുണ്ട്. അതും നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. ഓക്കെ, മദ്രസയിൽ പോകാത്ത കിതാബ് ഓതാത്ത കൊല്ലം തുളസി സാറിന്റെയൊക്കെ വിവരത്തിന്റെ 10-1 പോലും നമ്മുടെ കൗമിൽപ്പെട്ട ചിലർക്ക് ഇല്ല എന്ന് ഓർക്കുമ്പോഴേ വളരെ ദയനീയത തോന്നുന്നു. ഒന്ന് കേട്ടു നോക്കി. കുട്ടി ഒരു മുസ്ലിം അല്ലേ? എന്താണ് ജിഹാദി? ആരാണ് ജിഹാദി? പെട്ട് എന്താണ് ജിഹാദ്? എന്താണ് ജിഹാദ്? നീ കേട്ടോ. എക്സ്ട്രീം മുസ്ലിം ഇതിൽ അതായത് വയലന്റ് ആയിട്ട് മുസ്ലിം നേച്ചർ കാണിക്കുന്നവരാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിസം, വയലന്റ് ആയിട്ടുള്ള മുസ്ലിം. ആലോചിക്കണം മോളെ, അവിടെ വേഷം കണ്ടുകൊണ്ട് ഈ സമുദായത്തിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചുകൊണ്ട് പറയാണ്. ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുമ്പം ഏറ്റവും കുറഞ്ഞ ചോദിക്കുന്ന ചോദ്യം അതിൻ്റെ ഉത്സാരം അകക്കമ്പെങ്കിലും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വായിച്ച് ChatGPT, ജെമിനിയുടെ ചോദിച്ചാലൊക്കെ കിട്ടൂലേ? എന്തിനാണ് ഇങ്ങനെ നമ്മൾ പരിഹാസ്യരാകുന്നത്? ഇനിയിപ്പോൾ പറഞ്ഞുതരും. ബഹുമാനപ്പെട്ട കൊല്ലം തുളസി സാറ്, അദ്ദേഹം മദ്രസയിൽ പോയിട്ടില്ല, കിതാബ് ഓതിയിട്ടില്ല, പ്രഭാഷണങ്ങൾ കേൾക്കാൻ പോയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വിശാലമായ ഹൃദയം കൊണ്ട് അദ്ദേഹം മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയ ആ ഡെഫിനിഷൻ അദ്ദേഹം സവിസ്തരം ഇവിടെ പറയും. ഒന്ന് സാഗൂന്ന് ഒന്ന് കേട്ടു. ഓക്കെ, ഉസ്താദ് ഇങ്ങനെ പറഞ്ഞതിനാണ് അവള് പൊട്ടിത്തെറിച്ചത്. ഓക്കെ, ഉസ്താദ് പറയുന്ന ബാക്കിയും കൂടി കേൾക്കാം. അതാണ് തെറ്റ്. മുസ്ലിമിന് പോലും, യഥാർത്ഥ മുസ്ലിമിന്, എല്ലാവരും ഞാൻ പറഞ്ഞില്ല, ബഹുഭൂരിപക്ഷം മുസ്ലിമിന് പോലും ജിഹാദി എന്തെന്ന് അറിയില്ല. ഞാൻ ഖുർആൻ പഠിച്ച ആളെന്നല്ല, പക്ഷെ മനസ്സിലാക്കിയിട്ട് ഒരാളാണ്. ഞാൻ മഹാവ്യക്തികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, മുസ്ലിം പുരോഗമനമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ജിഹാദി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തീരുമാനം, അത് നല്ല ഏത് തീരുമാനമായിക്കോട്ടെ, ഏതൊരു ആശയമായിക്കോട്ടെ, ഏതെങ്കിലും പ്രത്യയശാസ്ത്രമായിക്കോട്ടെ, അതിനുവേണ്ടി തീവ്രമായി പണിയെടുത്ത് അതിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ജിഹാദി. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പണ്ട് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും ഇടില്ലേ, അവരാ ലക്ഷ്യത്തെത്തില്ലേ? അവരും ജിഹാദികളാ അല്ലെന്ന് പറയാൻ പറ്റുമോ? അവരുടെ ഒരു ലക്ഷ്യമുണ്ട്, ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, അവർക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം ജയിപ്പിക്കുന്നതിന് വേണ്ടി തീവ്രമായി പരിശ്രമം ചെയ്ത് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നവരാണ് അതിന് ജിഹാദിയാണ്. മനസ്സിലാകും? അതല്ലെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന മതാധ്യക്ഷന്മാർ തിരുത്തട്ടെ. അങ്ങനെ ജിഹാദി എന്ന് പറഞ്ഞാൽ തീവ്രവാദമല്ല, തീവ്രവാദികളെയും അല്ല. അത് ആദ്യം തിരുത്തണം. അപ്പൊ അതാണ് ജിഹാദി എന്ന വാക്കിന്റെ അർത്ഥം. ഇത്രയും സവിസ്തരം അടിപൊളിയായിട്ട് വിശദീകരിച്ചൊരു മനുഷ്യന്റെ സമീപകാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജിഹാദി എന്ന വാക്കിന്റെ സ്വന്തം സമുദായത്തിന്റെ പേരും പേര് കിടക്കുന്ന ആരിഫ് ഹുസൈനെ പോലുള്ള ചാവാലികൾ ഈ വാക്കിനെ സമൂഹമധ്യേ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. കറണ്ട് പോയിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഈ ഒരു കോണ്ടന്റ് തുടങ്ങി വെച്ചത് കൊണ്ട് അവസാനിപ്പിക്കാം ഇങ്ങനെ തന്നെ. അതായത് ഇവിടെ നോക്കൂ, എന്തും മനോഹരമായിട്ടാണ് ഉസ്താദ് മറുപടി കൊടുക്കുന്നത്. ഞാൻ ഉസ്താദിനെ പൊക്കി പറയുന്നതല്ല, എന്തൊരു മനോഹരമായിട്ടാണ് ഉസ്താദ് പറഞ്ഞത്. ഉസ്താദ് ഏതെങ്കിലും ഒരു ഡ്രസ്സിനെ കുറിച്ചിട്ട് പറഞ്ഞോ? അവള് ചുമ്മാ ഒരു കാരണവും ഇല്ലാതെ ഉസ്താദ് ഈ പറഞ്ഞതിനാണ്
ആ വൃത്തികെട്ടവള് 3 മിനിറ്റിന്റെ വീഡിയോ ഇട്ടിട്ട് ഉസ്താദിനെ പഞ്ഞിക്കിടുന്നത് വളരെ വളരെ മോശം എന്ന് പറഞ്ഞാലില്ലേ, അവളുടെ നാട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവളെപ്പോലുള്ളവരെ കല്ലെറിയണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഓക്കെ, ഇനിയിപ്പോൾ കല്ലെറിയാൻ പോകണ്ട, നാളെ ഇതും വെച്ചിട്ട് അവൾ കേസ് കൊടുക്കും. വളരെ മോശം സ്ത്രീയെ, ഇതിനും നല്ലത് ചത്ത് ജീവിക്കുന്നതാണ്. ഓക്കെ, ഉസ്താദ് പറയുന്ന ഒരു കുഞ്ഞു ഭാഗവും കൂടി കേട്ടിട്ട് ഉസ്താദ് അവൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്, അത് വെച്ച് തരാം. എടാ, ഹൃദയത്തിൽ അല്പമെങ്കിലും ശരിയുള്ള മനുഷ്യർക്ക് അന്വേഷിക്കുമ്പോൾ ശരിയായ ഉത്തരം കിട്ടുള്ളൂ. അവർക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുള്ളൂ. അവർക്ക് ശരിയുടെ പക്ഷത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് രാഹുൽ ഈശ്വർ അടക്കമുള്ളവരുടെ പ്രത്യേകത. ഇപ്പോൾ കൊല്ലം തുളസി സാറ്, അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ് പലർക്കും അറിയാം. എന്നിട്ടും ആ മനുഷ്യൻ ഈ തെറ്റിദ്ധരിപ്പിക്കലും ഈ വർഗീയവൽക്കരിക്കലിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അവരുടെ നടുമധ്യത്തിൽ നിന്നുകൊണ്ട് ആ വാക്കിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കുകയും അതങ്ങനെ തന്നെ സമൂഹത്തിന് മുമ്പിൽ പറയാൻ സ്ഥൈര്യം കാണിച്ച് അദ്ദേഹം ബഹുമാനം അർഹിക്കപ്പെടുന്ന മനുഷ്യരല്ലേ. അതുകൊണ്ട് നേരിലൊന്ന് കണ്ടിരുന്നെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാമായിരുന്നു. അത് പറ്റാത്തതുകൊണ്ട് ഞാൻ എണീറ്റ് നിന്ന് അദ്ദേഹത്തെ ബഹുമാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട കൊല്ലം തുളസി സാറേ, ബിഗ് സല്യൂട്ട്. അതുകൊണ്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, ഇപ്പോൾ പല ആളുകളും ഇങ്ങനെ സമുദായത്തിൻ്റെ ആ വേഷം പേർക്കൊണ്ട് ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ മിനിമം നിങ്ങളിതൊക്കെ പഠിക്കും ഗ്രഹിക്കും എന്നുള്ളതുകൊണ്ട് പറഞ്ഞല്ല, മിനിമം ആ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് പോയി ചോദിക്കും. വെറുതെ ലിബരാകാൻ നിൽക്കരുത്. ഇതിപ്പം മുല്ലാക്കാനെ ബാക്കിയുള്ളവർ ഓത്തുപിടിപ്പിക്കുന്ന അവസ്ഥയായി. ഓക്കെ, ഉസ്താദ് ഈ പറഞ്ഞതിനാണ് അവൾ 3 മിനിറ്റ് കുരച്ചത്. എന്താ അല്ലേ, എന്തെങ്കിലും ഒരു തെറ്റ് ഉസ്താദ് റഫായിട്ട് സംസാരിച്ചോ? അവൾ പറയുന്നുണ്ട് ഉസ്താദ് വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു. എവിടെയെങ്കിലും ഉസ്താദ് വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞോ? വല്ലാത്ത കഷ്ടം തന്നെയാണ്. എനിക്ക് ചില മെസ്സേജ് വന്നിട്ടുണ്ട്, ഞാനതൊന്നും വെക്കുന്നില്ല. അതായത് ഇവളുടെ കാമുകൻ വലിയൊരു സംഖ്യയാണെന്നും ആ കാമുകനെ സുഖിക്കുക, അതായത് ആ കാമുകന് വേണ്ടിയിട്ടാണ് ഇവൾ ഇങ്ങനെ ഉസ്താദന്മാരെ തെറിവിളിച്ച് രംഗത്ത് വരുന്നത് എന്നാണ് കിട്ടുന്ന വിവരം. ഞാൻ അവൻ്റെ ഫോട്ടോ ഒന്നും വെക്കുന്നില്ല, കാരണം അവൻ എന്നായാലും അവനൊന്നും എത്ര വലിയ സംഖ്യ ആണെങ്കിലും അവനൊന്നും പറഞ്ഞിട്ടില്ല. ഇവള് റീച്ചിന് വേണ്ടി, വൃത്തികെട്ടവള് റീച്ചിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് അൻസാരി ഉസ്താദ് തന്നെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ യുവതിക്ക് അൻസാരി ഉസ്താദ് മറുപടി കൊടുക്കുന്നുണ്ട്, അത് പെട്ടെന്നൊന്ന് കേൾക്കാം. ഓക്കെ, ഞാൻ പറയുമ്പോൾ ഒരിതാണ് ഫാനും ഒന്നും ഇല്ല, കറണ്ട് പോയിട്ട് ആകെ ചൂടെടുക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഇത് ശരിയല്ല. നിങ്ങൾക്കൊക്കെ എന്ത് നാണമുണ്ടോ? നിങ്ങൾക്കൊരു പെൺകുട്ടിയുടെ വസ്ത്രം, ഈ 2026 ഒരു പെൺകുട്ടിയുടെ വസ്ത്രം വെച്ച് അവളെ അളക്കാനും അവളെ സാക്ഷ്യം ചെയ്യാനും നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? സഗൗരവം നിങ്ങളോട് പറയണം, ഒരു കാരണവശാലും ഈ പെൺകുട്ടിയെ നമ്മൾ എന്റർടൈൻ ചെയ്യരുത്. നിഷ്കളങ്കരായ കുറേ മുസ്ലിമീങ്ങൾ ഇവിടെ കമന്റ് ബോക്സിൽ പോയി ഇവരെ നന്നാക്കാമെന്ന് ശ്രമിച്ചിട്ട്, ഉപദേശിക്കാമെന്ന് ശ്രമിച്ചിട്ട് മറ്റു ചില ആളുകൾ പോയി തെറിയും വിളിക്കുന്നുണ്ട്. പൊന്നുമക്കളെ, നിങ്ങൾ ഈ പെൺകുട്ടി ആരാ നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത് കൊണ്ട് നിങ്ങളുടെ ആ നിഷ്കളങ്ക ഭാവം കൊണ്ട് നിങ്ങൾ ചെയ്യുന്നതാണ്. ഇത് വർത്തമാനകാല കേരളത്തിൻ്റെ ഒരു നവോത്ഥാന നായികയാണെന്ന്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ ഒരു നവോത്ഥാന നായികയാണെന്ന് ചില തട്ടം വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും. അങ്ങനെ വിചാരിക്കുന്ന ആളുകൾക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഈ നവോത്ഥാന നായികക്ക് പിന്നിൽ ചില ആളുകളുണ്ട്. കുട്ടി നിഷ്കളങ്കമായി പറയുന്നു, അവരുടെ തെറ്റിദ്ധാരണയാണെന്ന് തിരുത്താൻ ഒരു കാരണവശാൽ തിരുത്താൻ പോകരുത്. ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം എന്ന് പറഞ്ഞില്ലേ, ഈ കണ്ണും കാതും ഹൃദയമൊക്കെ അടക്കപ്പെട്ട മനുഷ്യരുണ്ടല്ലോ, ആ കാറ്റഗറിയിൽപ്പെട്ട മനുഷ്യരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കൂ, ഈ പെൺകുട്ടി TG മോഹൻദാസിനെതിരെ പറഞ്ഞ ഒരു ക്ലിപ്പ് ഇവിടെ കേൾപ്പിക്കുകയാണ്. കണ്ടല്ലോ അല്ലേ? ഈ ക്ലിപ്പിന്റെ വ്യൂസ് എത്ര നിങ്ങൾക്കറിയോ? നോക്കൂ, കേവലം 19K അത്രയേ ഉള്ളൂ. ഇനി ബാക്കി ഇസ്ലാം മത പണ്ഡിതന്മാരുടെയും ഇസ്ലാം മതത്തിനകത്തുള്ള പല കാര്യങ്ങളെയും വിമർശിച്ചു കൊണ്ടിരിക്കുന്ന വീഡിയോ ലക്ഷക്കണക്കിന് വ്യൂസാണ്. അപ്പം കളി അറിയാം, കളവും അറിയാം. ഓക്കെ, നിങ്ങൾ കേട്ടല്ലോ. അതായത് ഈ വൃത്തികെട്ടവരുടെ ഉദ്ദേശം റീച്ചാണ്, പണമാണ്, അതിനു വേണ്ടി കളിക്കുന്ന നാടകമാണ്. എനിക്ക് പറയാനുള്ളത്, യൂട്യൂബും ഫേസ്ബുക്കിലും ഒക്കെ കഷ്ടപ്പെട്ടിട്ട് വേണം നമ്മൾ ഫോളോവേഴ്സിനെ, നമ്മൾ വലിയ ആൾ. ഇപ്പോൾ ഞാൻ നാളെ മുതൽ ഉസ്താദന്മാരെ തെറി വിളിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞാൽ ഒരു 3 ദിവസം കൊണ്ട് 1 മില്യണിലധികം ഫോളോവേഴ്സ് എനിക്ക് കിട്ടും. ഉറപ്പാണ്, ഇഷ്ടം പോലെ വ്യൂസ് കിട്ടും, ചർച്ചയാവും, എൻ്റെ വീഡിയോ കുറേ പേരെടുത്ത് റിയാക്ട് ചെയ്യും, ഞാൻ വൈറലായി സോഷ്യൽ മീഡിയയിൽ നിൽക്കും. അങ്ങനെ ജീവിക്കുന്നതിന് നല്ലത് ചാവുന്നതാണ്. ഓക്കെ,
അതായത് നമ്മളിപ്പോൾ ഒരു മതത്തെയും കുറ്റം പറയാൻ പാടില്ല. ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ, സ്വാമി, പള്ളിയിൽ അച്ഛൻ, ഉസ്താദന്മാർ. നമ്മൾ നാട്ടിൽ നടക്കുന്ന കാര്യം സത്യസന്ധമായിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല, ഉറപ്പാണ്. എൻ്റെ ചാനലിൽ ഒരു 4 പേര് ഇരുന്ന് കാണാൻ തുടങ്ങിയത് ഈ അടുത്തിട്ടാണ്. അതായത് നമ്മൾ പണിയെടുത്തിട്ട് നല്ല രീതിയിൽ റിസ്ക് എടുത്തിട്ടാണ് ഇവിടം വരെ എത്തിയത്. അല്ലാതെ ഒരു ഉസ്താദന്മാരെ തെറി വിളിച്ചാൽ 2-3 ദിവസത്തിൽ വൈറലാവും. ഇങ്ങനെ പറയാൻ കാരണം ഈ വൃത്തികെട്ട സ്ത്രീ, അതായത് പെട്ടെന്ന് തന്നെ ഞാൻ വൈറലാവണം, പെട്ടെന്ന് തന്നെ എനിക്ക് ഫോളോവേഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടാണ് അവൾ ആ ഒരു വൃത്തികേട് ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. അവൾക്ക് ഇഷ്ടം പോലെ ഫോളോവേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ വ്യൂവർഷിപ്പ് കിട്ടുന്നുണ്ട്. പക്ഷേ അത് തിന്നുമ്പോൾ വയറ്റിലൂടെ പോവോ എന്ന് എനിക്ക് അവളോട് ചോദിക്കാനുണ്ട്. അതായത് ഉസ്താദന്മാരെ തെറി വിളിച്ചുകൊണ്ട് വെറുതെ ഒരു ഉസ്താദ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറി വിളിച്ചോ, ഒരു തെറ്റും ചെയ്യാത്ത ഉസ്താദന്മാരെ പച്ചത്തെറി വിളിച്ചുകൊണ്ട് നേടുന്ന ഫോളോവേഴ്സിന് ഒരു അർത്ഥവും ഇല്ല. കഷ്ടപ്പെട്ടിട്ട് നല്ലത് പറഞ്ഞിട്ട് 4 ഫോളോവേഴ്സ് കിട്ടുന്നതിലാണ് വില. ഓക്കെ ഉസ്താദ് പറയുന്ന ബാക്കിയും കൂടി കേട്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും കൂടുതൽ കണ്ട നമ്മൾ മുസ്ലിം സമൂഹമായിരിക്കും. എന്താണ് പറയുന്നറിയാൻ വേണ്ടി ഇങ്ങനെയുള്ള ആളുകളെ പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. മോനെ, എല്ലാ കാലഘട്ടത്തിലും തസ്ലീമ നസറിന് ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും തസ്ലീമ നസറും പല രൂപത്തിൽ പല ഭാവത്തിൽ വരും. ഇവരൊക്കെ സമൂഹത്തിൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ അവർക്ക് പരിവർത്തനപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? ഇവരുടെ വീഡിയോ കണ്ട ഒരു മനുഷ്യൻ അവരുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ട് എന്തെങ്കിലും ഒരു നന്മയുടെ വാക്താക്കളായിട്ട് മാറിയിട്ടുണ്ട്? ഇല്ല. ഇവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇവർ ഓരോ ദിവസവും ഇവർ തന്നെ ടോക്സിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റുള്ളവരെ ഓർത്തുകൊണ്ട് ഇപ്പം ആലോചിച്ച് ഈ നാദിയ ഖാദറോ തസ്ലീമ നസറോ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നുണ്ടോ? ഇന്നലെ ഞാൻ ആലോചിക്കാണ്, ശ്രീകല എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇന്നലെ ഇവിടെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ അവരുടെ കുടുംബസമേതം ഇവിടെ വന്നിരുന്നു. എഴുത്തുകാരിയാണ്, ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ വന്ന് ഭക്ഷണം കഴിച്ച് നമ്മളുമായിട്ട് സന്തോഷിച്ചെല്ലാം കഴിഞ്ഞിട്ട് അവർ പോകുമ്പോൾ പറയുന്നൊരു മറുപടി എന്ന് പറഞ്ഞാലേ, ഇവരൊക്കെ മനസ്സിലാക്കിയത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകളാണെന്ന്. അല്ല, നമുക്ക് നമ്മുടെ ലൈഫ്, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, ഇങ്ങനെ തുടങ്ങി നമ്മുടേതായ ഒരു ലൈഫ് സർക്കിളിൽ നമ്മൾ വളരെ സന്തുഷ്ടരാണ്. പക്ഷേ 1 മിനിറ്റ് പോലും ഇവരാരും മനസ്സമാധാനം അനുഭവിക്കുന്നില്ല എന്നുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ 24 മണിക്കൂർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. മുസ്ലിം പെൺകുട്ടികൾ അനുഭവിക്കുന്ന യാതനകൾ, മുസ്ലിം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു യാതന ഉള്ളതായിട്ട് അവർക്ക് അനുഭവപ്പെടുകയോ അങ്ങനെ വാതുറന്ന് പറയാൻ കഴിയുന്ന ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. അത്തരം ടോക്സിക്കായ മനുഷ്യരെ കമന്റ് ബോക്സിൽ പോയി ഉപദേശിക്കാമെന്നും പരിവർത്തനപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് വെറുതെ വിഫല ശ്രമത്തിന് വേണ്ടി നമ്മൾ നിൽക്കണ്ട. അവരാ വഴിക്ക് വിടുക. ഇതിനൊക്കെ ഒരു ടൈമുണ്ട്. ഇതിന് ഇപ്പം ഒരാൾ ഇന്നിപ്പം രാമസിംഹന്റെ ഇന്റർവ്യൂ വന്നിട്ട് നിങ്ങൾ കണ്ടു കാണും. രാമസിംഹൻ അദ്ദേഹത്തിന്റെ നിസ്സഹായത കണ്ട ആ പേരൊന്ന് മാറിയപ്പം രാമസിംഹൻ അലി അക്ബർ എന്നുള്ള പേരിൽ നിന്ന് രാമസിംഹനിലേക്ക് മാറിയപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ഇപ്പോഴത്തെ ഒരു മാനസിക ബുദ്ധിമുട്ട് അദ്ദേഹം ഇന്റർവ്യൂ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ കുറെ ആളുകൾ രംഗത്ത് വരും. അവരെ സംബന്ധിച്ചിടത്തോളം റീച്ച്, അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്, ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ അതിന് പാത്രമായി നിൽക്കരുത്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ കഴിഞ്ഞാൽ ഉടനെ ഒഴിവാക്കുകയാണ്. അവരെന്തും പറഞ്ഞോട്ടെ, അവരെന്ത് ചെയ്തോട്ടെ, നമ്മളതിന് മറുപടി പറയാനേ നിൽക്കരുത്. നമ്മളവരെ ശ്രദ്ധിക്കാനേ പോകരുത്. അങ്ങനെ ശ്രദ്ധിക്കാതെ പോലും ഇന്നലെ ഹക്കീം ഉസ്താദ് പറഞ്ഞതുപോലെ വിദ്വേഷികൾ അവർ പരാജയപ്പെട്ടു പോകും. അവർക്ക് ഒരു കാരണവശാലും വിജയിക്കാൻ കഴിയില്ല. അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. നമുക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമ്മൾ മാറിപ്പോരുത്. നമ്മുടെ ഉത്തരവാദിത്തം മുടങ്ങും, നമ്മൾ ചെയ്യേണ്ട ദൗത്യം മുടങ്ങും, നമ്മൾ ഇവരെ പിന്നാലെ പോകും. അതുകൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ ഇത്തരം ജന്മങ്ങളെ ഒഴിവാക്കി വിടുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് അൻസാരി ഉസ്താദ് എന്ത് മനോഹരമായിട്ടാണ് മറുപടി കൊടുക്കുന്നത്. ഒരു പെണ്ണിന് അൻസാരി ഉസ്താദ് പറയുന്നത് പിടിച്ചിട്ടില്ലെങ്കിൽ പറയേണ്ട രീതിയിൽ പറയാമല്ലോ. ഇപ്പം ഞാൻ എത്രയോ പേരെ വിമർശിക്കുന്നുണ്ട്, ആർക്കും ഒന്നും പറ്റുന്നില്ല. ഇപ്പോൾ ഞാനൊരാളെ വിമർശിക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ വിളിച്ച് തെറിയല്ല അവർ പറയുന്നത്, ബ്രോ. അതായത് നമ്മൾ പറയുന്ന പ്രസന്റേഷന്റെ രീതി അവർക്ക് പിടിക്കുന്നുണ്ട്. അവർ ചെയ്യുന്ന തെറ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെയല്ലേ വേണ്ടത്. അല്ലാതെ നമ്മൾ സ്പോട്ടിന് തന്നെ തെറി വിളിച്ചിട്ടും അങ്ങനെ ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു, ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ മാന്യമായിട്ട്, ഇപ്പോൾ ഉസ്താദിന്റെ ഒരു മറുപടി നിങ്ങൾ കേൾക്കും, എന്തൊരു മാന്യമായിട്ട് ആ യുവതി പറഞ്ഞതും ഉസ്താദ് പറഞ്ഞതും രാവും പകലും ഇന്ത്യയും പാകിസ്ഥാനും പോലെ വ്യത്യാസമില്ലേ. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് പൊന്നു പ്രേക്ഷകരെ. ഓക്കെ, അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.